ജീസസ് യൂത്ത് മുന്നേറ്റത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരവും ഭാവിയുടെ പൊൻനാമ്പുമായി മാറിയ ജീസസ് യൂത്ത് 85-ന്റെ ആവേശത്തിരകളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എഡ്ഡി സ്പീക്കിങ്ങിൽ ഡോക്ടർ എഡ്വേർഡ് എടേഴത്ത്. കഴിഞ്ഞ മാസം കേരള താലന്ത് മിനിസ്ട്രികളുടെ നേതൃത്വം ഒത്തുചേർന്നപ്പോൾ ഇനി എങ്ങനെ മുന്നേറണം എന്നതിനെപ്പറ്റി ചിന്തകൾ പങ്കുവയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. സംഗീതം, കല, നാടകം, മാധ്യമ കലകളിലെ ജീസസ് യൂത്ത് പ്രവർത്തകർ കുറേ നാളായി സജീവമായി മുന്നേറുന്നു. ഇനി എന്ത് എന്നൊരു ചോദ്യവുമായാണ് ഇപ്പോൾ അവർ ഒത്തുകൂടിയത്. ഒരു കാര്യം ഞാൻ എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതൊരു പ്രവർത്തനവും കുറച്ചുനാൾ സജീവമായി മുന്നേറും, പിന്നെ ഒരു മാന്ദ്യവും അവ്യക്തതയും ഉണ്ടാകും. എല്ലാ ആവേശവും നഷ്ടപ്പെട്ട് പ്രവർത്തനങ്ങൾ ഫലരഹിതമാകുന്നു എന്നു തോന്നുന്ന ആ ഘട്ടം ഒന്ന് ശാന്തമായി ഇരുന്ന് ദർശന വ്യക്തത ഉണ്ടാക്കാനുള്ള സമയമാണ്. തൃശൂർ വിമല കോളേജിൽ 1985 ആദ്യ പകുതിയിൽ ഒരു സന്ധ്യാവേളയിലെ ഒത്തുചേരലിൻ്റെ ഓർമ്മകളാണ് ഞാൻ അവരുമായി പങ്കുവച്ചത്. വർഷാവസാന സമ്മേളന പ്രോഗ്രാം തീരുമാനിക്കാൻ 6 പേരാണ് അന്ന് ഒത്തുചേർന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് ജേക്കബും അംഗങ്ങളായ ഫാദർ ജോസ് പാലാട്ടി, സിസ്റ്റർ ക്ലിയോപാട്ര, ആലീസ് കുട്ടി, കൺവീനറായ ഞാനും. ഞങ്ങളുടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സിസ്റ്റർ ക്രിസലോഗയും. മാസങ്ങളായി ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പിൽ ഉരുത്തിരിഞ്ഞ അനേക നിർദ്ദേശങ്ങളുമായാണ് ഞങ്ങൾ ഒത്തുവന്നത്. പ്രോഗ്രാമിന് ഒരു പേര്, വിഷയങ്ങൾ, പ്രോഗ്രാം രീതികൾ, ഒരുക്കങ്ങൾ, അങ്ങനെ പലതും. ആദ്യമേ തന്നെ പേരിനെക്കുറിച്ചുള്ള ചർച്ചയായി. പെട്ടെന്നായിരുന്നു പാലാട്ടി അച്ഛൻ്റെ ഇടപെടൽ. ജീസസ് യൂത്ത് 85 എന്ന് വിളിച്ചാലോ? ഒരു മാർച്ചിങ് ഗാനം പോലെ ചെറുപ്പക്കാർക്ക് ടാൻറ്ററാറ ടാൻറ്ററാറ എന്ന താളത്തിൽ പറയാനും പറ്റും. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അത് അംഗീകരിക്കുകയും ചെയ്തു. എൻ്റെ ചെറിയ നോട്ട് പുസ്തകത്തിൽ ഞാൻ ഉടൻ കുറിച്ചു. എന്നിട്ട് എല്ലാവരുമായി പങ്കുവച്ചു. എങ്കിൽ ആദ്യ ദിവസം യൂത്ത് വേൾഡ് 85, രണ്ടാം ദിവസം ജീസസ് വേൾഡ് 85, അവസാനം ജീസസ് യൂത്ത് 85. ആദ്യം ചുറ്റുപാടും നോക്കുക, പിന്നെ കർത്താവിൻ്റെ പ്ലാനുകൾക്ക് ചെവിയോർക്കുക, അവസാനം നമ്മുടെ ഇന്നത്തെ ദൗത്യം കയ്യേൽക്കുക. എന്നോടൊപ്പം ഇരുന്ന യുവ നേതാക്കളോട് ഞാൻ പറഞ്ഞത് ഈ പടികൾ. ആ കോൺഫറൻസിൻ്റെ മാത്രമല്ല, പിന്നീട് ജീസസ് യൂത്ത് മുന്നേറ്റത്തിൻ്റെ തുടരുന്ന ദർശനത്തിൻ്റെ തന്നെ മൂലക്കല്ലുകളായി അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ കൃത്യമായ ഒരു ഭാവി പദ്ധതിക്ക് അടിത്തറയായി. ഒരു നീണ്ട യാത്രയുടെ പരിസമാപ്തി. പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളിൽ പലർക്കും ജീസസ് യൂത്ത് 85 ഏതാണ്ട് 10 വർഷം നീണ്ട യാത്രയുടെ പൂർത്തീകരണമായി. 1978 ആദ്യ യുവജന സംഗമം തന്നെ പല ധ്യാനങ്ങളുടെ ശൃംഖല പണിയലിൻ്റെ, പരിശീലനങ്ങളുടെയൊക്കെ ഫലമായിരുന്നു. ഒരു ഏകോപന സംവിധാനവും 14 സോണുകളുമൊക്കെ അന്ന് തയ്യാറായി. തുടർന്ന് ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ ഒരു ദർശനരേഖയും നേതൃപരിശീലനവും ഒരു തുടർച്ച ഉറപ്പുവരുത്തി. ആ അടിസ്ഥാന രൂപീകരണ വത്സരങ്ങളിലെ 2 പ്രത്യേകതകൾ, ഒന്ന് വലിയൊരു നയിക്കപ്പെടലിൻ്റെ അനുഭവവും പിന്നെ കറയില്ലാത്ത സൗഹൃദ ശൃംഖലയുടെ ഉരുത്തിരിയലുമായിരുന്നു. അന്നത്തെ എത്രയോ സുന്ദര സന്ദേശങ്ങൾ ഇന്നും മുന്നേറ്റത്തിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. എറണാകുളം വിദ്യാനികേതൻ ഓഡിറ്റോറിയത്തിൽ 1981 ഒക്ടോബർ 11 175 പേർ ഒത്തുചേർന്ന ഒരു സുന്ദര കൂട്ടായ്മയിലേതായിരുന്നു അതിലൊന്ന്. എങ്ങനെ മുന്നേറണം എന്ന് വിവേചിക്കാൻ അങ്ങോളം ഇങ്ങോളം ഒത്തുചേർന്ന വിവിധ കൂട്ടായ്മകളിലൊന്നായിരുന്നു അത്. അന്നത്തെ 2 ദർശന സന്ദേശങ്ങളിലൂടെ ഇത് വലിയൊരു മുന്നേറ്റത്തിൻ്റെ തുടക്കമാണെന്നും സഭയിൽ പ്രകാശം പരത്താൻ പടിപടിയായി നയിക്കുമെന്നും ഉള്ളൊരു വ്യക്തതയുണ്ടായി. മറ്റൊരു കാൽവെപ്പ് 1982 ജൂലൈ 25 തേവര കോളേജിൽ വെച്ച് നടന്ന 200ഓളം നേതാക്കളെ ഒന്നിച്ചു ചേർത്ത പരിശീലനത്തിൻ്റെ അവസാനമായിരുന്നു. ആലീസുകുട്ടിയുമായുള്ള ചർച്ചയിൽ രൂപപ്പെട്ട ഒരു ലിസ്റ്റുമായി ഒരു കുടിസുമുറിയിലിരുന്ന് ഓരോരുത്തരെ വിളിച്ച് ഒന്നിച്ചു വളരുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഇഷ്ടമാണോ എന്നൊരു ചോദ്യം. ഒന്നൊഴിയാതെ 18 പേരും വ്യക്തമായി
അതെ എന്ന് പറഞ്ഞു. വർഷങ്ങൾ തുടർന്ന ഫസ്റ്റ് ലൈൻ കൂട്ടായ്മയുടെ തുടക്കമായിരുന്നു അത്. എല്ലാ 3-ാം വാരാന്ത്യങ്ങളിൽ ആദ്യമെല്ലാം വിദ്യാനികേതനിലും പിന്നീട് തുടർച്ചയായി സ്നേഹനിലയത്തിലും കൃത്യമായി ഒന്നിച്ചുകൂടി പങ്കുവെച്ച് ആ ജ്വാല എല്ലാ സോണുകളിലും എത്തിച്ച് യുവജനങ്ങളെ പടുത്തുയർത്തിയ കൂട്ടായ്മ. അവിടെ വിരിഞ്ഞ സ്വപ്നങ്ങളുടെ പൂർത്തീകരണമായി ജീസസ് യൂത്ത് 85 എന്ന ഏറെ വ്യത്യസ്തതയാർന്ന യുവസംഗമം. വത്തിക്കാൻ II JP2 പാതയിൽ 70കളുടെ പകുതിയിൽ യുവജന നവീകരണ പാതയിൽ വന്ന ഞങ്ങളിൽ പലർക്കും അന്നത്തെ ദേശീയ പരിശീലനങ്ങൾ നല്ല അടിത്തറ ഒരുക്കി. വത്തിക്കാൻ കൗൺസിലിൻ്റെ ആകർഷക വാക്യങ്ങളായ ആത്മാവിനോടുള്ള തുറവി, സഭയുടെ പുതുദർശനം, അൽമായരുടെ ദൗത്യം, സുവിശേഷവൽക്കരണം തുടങ്ങിയവയെല്ലാം ഞങ്ങളുടെ ചിന്തകളെയും ജ്വലിപ്പിച്ചു. അതിനിടെ 1978 ഒരു സജീവ യുവജന ശൃംഖല മെനഞ്ഞെടുക്കാൻ ഞങ്ങളെല്ലാം തത്രപ്പെടുന്നതിനിടെ ചക്രവാളത്തിൽ ഒരു നവോദയമായി യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ ജോൺ പോൾ II പാപ്പ കടന്നുവന്നു. യുവജനങ്ങൾക്കെല്ലാം ഹരമായി തീർന്ന പാപ്പയുടെ ചിന്തകളും എഴുത്തുകളുമായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പിൽ പൊതുവെ ചർച്ചാ വിഷയം. അങ്ങനെ അദ്ദേഹം 1985 ആഗോള യുവജന വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാം അതിനെ കണ്ടത് വർഷങ്ങളായി രൂപപ്പെട്ട ആശയങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പൂർത്തീകരണത്തിനുള്ള ഒരു പ്രായോഗിക പടിയായിട്ടായിരുന്നു. ജീസസ് യൂത്ത് 85 കുറേ മാനങ്ങളും അർത്ഥതലങ്ങളുമുള്ള ഒരു പ്രധാന സംഭവമായി. നവീകരണത്തിൻ്റെ കേരള സേവന സമിതിയായിരുന്നു സംഘാടകർ. അതിൻ്റെ ചെയർമാൻ ഫാദർ എബ്രാഹിം പള്ളിവാതിക്കൽ എല്ലാവരെയും അതിന് ക്ഷണിക്കുക മാത്രമല്ല, മെത്രാന്മാരുമായും മറ്റ് നേതാക്കളുമായും ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യക്ഷമമായ നടത്തിപ്പ് സാധ്യമാക്കി. 14 സോണുകളുടെയും 14 സംഘാടക സമിതിയുടെയും മറ്റ് ക്രിയാത്മക സംരംഭങ്ങളുടെയും നല്ല സഹകരണത്തിലും തുടർ ചർച്ചകളിലും വേരൂന്നിയ ഒരുക്ക പ്രവർത്തനങ്ങൾ ആ 4 ദിനങ്ങൾക്കപ്പുറം മുൻപും പിൻപും വ്യാപിച്ചു നിന്ന വലിയ ദൈവാനുഭവ യാത്രയ്ക്ക് വേദിയൊരുക്കി. ആ സമ്മേളനം അപ്രതീക്ഷിതമായ പുതുമയുടെയും ആത്മനടത്തിപ്പിൻ്റെയും അനുഭവവുമായി. ജീസസ് യൂത്ത് 85ൻ്റെ തിരയിളക്കം 3.5 പതിറ്റാണ്ട് കടന്ന് ഇന്നും തുടരുന്നു. ഒരു പേര്, ലോഗോ, ഗാനം, പുതുദർശനം, യുവാക്കളെ ഒരുമിപ്പിക്കുന്ന രീതി, സമ്മേളന നടത്തിപ്പ് ശൈലി, ക്രിയാത്മക ആശയങ്ങൾ, അങ്ങനെ പലതും ഇന്നും വലിയ സ്വാധീനമായി തുടരുന്നു. ദൈവാത്മാവ് കൈപിടിച്ചു നടത്തിയ കഥകളും ഓർമ്മകളും എന്നും പുതുപ്രചോദനമാണ്. അതിനാൽ തന്നെ ജീസസ് യൂത്ത് 85 ഇനിയും വലിയ സൽപ്രേരണയായി തുടരും.